ഹായ് എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ സെക്കൻഡ് ഡേ ഓഫ് ലെഗ് പ്ലസ് കോർ ആണ്. മെയിനായിട്ട് നമ്മൾ വർക്കൗട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് വാം അപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മൾ പ്രോപ്പറായിട്ട് വാം അപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗിൻ്റെ അപ്പർ പോർഷൻ ഫസ്റ്റ് ചെയ്യും, പിന്നെ ലോവർ പോർഷൻ, പിന്നെ അതിന് ശേഷം കോർ. അപ്പർ പോർഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് വർക്കൗട്ടായിട്ട് ചെയ്യണത് ഫ്രണ്ട് സ്ക്വാട്ട്സ് ആണ്. അതൊരു 3 സെറ്റ് ചെയ്യണം, 8 to 10 reps എടുക്കുക. അത് തന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് സ്ക്വാട്ട് മെഷീനിൽ ചെയ്യാം, റോപ്പിനകത്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് രണ്ടുമാണ് ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ്സ്. ഇങ്ങനെ അല്ലാതെ ഡയറക്റ്റ് ബാർബലിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചില ആളുകൾക്ക് സ്മിത്ത് മെഷീനിൽ ചെയ്യാൻ പാടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് റോപ്പിൽ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കോർ എൻഗേജ് ചെയ്ത് ചെയ്യുക. ലെഗിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് മൈൻഡ് ഫോക്കസ് ചെയ്തിട്ട് സ്ലോലി റെപ്പ് എടുത്താൽ മതി. നമ്മൾ സെക്കൻഡ് വർക്കൗട്ടായിട്ട് ചെയ്യണത് ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട്സ് ആണ്. അപ്പോൾ അതിൽ 3 സെറ്റ് എടുക്കുക, 12 to 15 reps എടുക്കുക പെർ ലെഗ്. ഈ വർക്കൗട്ട് നമ്മുടെ ബാലൻസും സ്ട്രെങ്ത്തും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ തേർഡ് വർക്കൗട്ടായിട്ട് ചെയ്യണത് ലെഗ് എക്സ്റ്റൻഷനാണ്. അത് ചെയ്യുമ്പോൾ ഒരു 2 സെറ്റ് ചെയ്യുക, 12 to 18 reps എടുക്കുക. പിന്നെ 3 സെറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് 3 സെറ്റ് ചെയ്യാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്ലോയിൽ ചെയ്താൽ മതി. ടോപ്പിലെത്തുമ്പോൾ മസിൽസ് മാക്സിമം സ്ക്വീസ് ചെയ്യുക, സ്ക്വീസ് ചെയ്ത് പിടിച്ചിട്ട് സ്ലോയിൽ താഴ്ത്തുക. പിന്നെ നമ്മൾ ഫോർത്ത് വർക്കൗട്ടായിട്ട് ചെയ്യുന്നത് റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ്സ് ആണ്. അത് ചെയ്യുമ്പോൾ ഒരു 3 സെറ്റ് ചെയ്യുക, 8 to 10 reps എടുക്കുക. പിന്നെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നീ ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് വെക്കാം. ഓവറായിട്ട് ബെൻഡ് ചെയ്യരുത്, ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് വെച്ചിട്ട് സ്ലോയിൽ ചെയ്യുക. എത്രത്തോളം സ്ലോയിൽ ചെയ്യാൻ പറ്റണോ അത്രത്തോളം സ്ലോയിൽ ചെയ്യണമെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ട് വെയിറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ വെയിറ്റ് മതി. പിന്നെ നമ്മൾ ഫിഫ്ത്ത് വർക്കൗട്ടായിട്ട് ചെയ്യുന്നത് കാഫ് റൈസറാണ്. അത് സ്റ്റാൻഡിങ് കാഫ് റൈസർ ചെയ്യണം. അതിലൊരു 4 സെറ്റ് എടുക്കുക, 15 to 20 reps എടുക്കുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിലെത്തുമ്പോൾ മാക്സിമം സ്ക്വീസ് ചെയ്തിട്ട് ഒരു 1 second ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചു പോരുക. ഇപ്പം താഴെ എത്തുമ്പോൾ ലെഗ് ഫുള്ളായിട്ട് ഫോഴ്സ് കൊടുത്ത് താഴെ പ്ലാങ്ക് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചു പോയാൽ മതി. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3 വേരിയേഷനിൽ ചെയ്യാൻ പറ്റും. ആദ്യം ലെഗ് നോർമൽ പൊസിഷനിൽ വെച്ചിട്ട് ചെയ്യാം, സ്ട്രെയിറ്റ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ലെഗ് ഔട്ട്വേർഡ്സ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ലെഗ് ഇൻവേർഡ്സ് വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ 3 രീതിയിൽ ചെയ്യുമ്പോൾ അത് 3 കാഫ് മസിൽസിനായിരിക്കും കിട്ടുക. ഇൻഡിവിജ്വലി ഓരോ മസിൽസിനും ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വേറെ ചെയ്യാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മൾ സീറ്റഡ് കാഫ് റൈസസാണ്. 4 സെറ്റ്സ് ചെയ്യുക, 15 to 20 reps എടുക്കുക. ഇത് ആക്ച്വലി നമ്മുടെ ഫുൾ കാഫിൻ്റെ ഡെവലപ്മെന്റിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ കാഫിൻ്റെ ലോവർ പോർഷൻ, ലെഗിൻ്റെ അണ്ടറിലുള്ള മസിൽസ്, അതിനൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യണത് കേബിൾ വിത്ത് ചോപ്പേഴ്സാണ്. അതൊരു 3 സെറ്റ്സ് എടുക്കുക, 15 to 20 reps എടുക്കുക. പിന്നെ അത് ചെയ്യുമ്പോൾ സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് ചെയ്താൽ മതി, എന്നാലും നമുക്ക് മാക്സിമം റിസൾട്ട്സ് കിട്ടുള്ളൂ. ഇത് ശരിക്കും നമ്മുടെ ഒബ്ലിക്കസ് മസിൽസിനാണ് എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ലോലി റെപ്പ് എടുക്കുക. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യണത് ഡിക്ലൈൻ സിറ്റപ്സ് ആണ്. അത് ചെയ്യുമ്പോൾ ഒരു 3 സെറ്റ്സ് എടുക്കുക, 15 to 20 reps. അത് വെയിറ്റ് വെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഇട്ട് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ചെയ്യുമ്പോൾ വെയിറ്റ് മാക്സിമം കൺട്രോൾ ചെയ്ത് ജെർക്കി മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ടോപ്പ് വരെ പോവുക. ടോപ്പിലെത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ സ്ലോയിൽ വന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലെഗിൻ്റെയും കോറിൻ്റെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് റുട്ടീനിൽ ഉൾപ്പെടുത്തിയിട്ട് റിസൾട്ട്സ് ഉണ്ടെങ്കിൽ അത് പറയാം. നല്ല ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. സോ പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.